Today we will discuss our chapter 8. നമ്മളുടെ എട്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ എട്ടാമത്തെ ചാപ്റ്റർ ഏതാണ്? our 8th chapter एक सबसे कठिन समय नहीं. What is एक सबसे कठिन समय नहीं? एक ഇതെന്താണ്? इसमें एक कविता है. ये क्या है? इसमें एक कविता है. फिर भी उनका रचनाकार कौन है? ये कविता का रचनाकार कौन थे? जया जागवानी. इसका जया जागवानी जया जागवानी. वे हिंदी के प्रसिद्ध रचनाकार थे. इसने एक वे एक कवियत्री ने ये लिखा है. എന്താണ്? ഇത് सबसे कठिन समय नहीं. What is the meaning? എന്താണ്? This is not a hardest time. എന്താണ് നമ്മുടെ ഹെഡിങ്ങിന്റെ നമ്മുടെ ഈ ഒരു ഹെഡിങ്ങിന്റെ മീനിങ് എന്താണ്? ഹെഡിങ്ങിന്റെ മീനിങ് എന്താണ് വരുന്നത്? ഇത് सबसे कठिन समय എന്താണ്? ഇത് सबसे कठिन समय नहीं. എന്താണ് അതിന്റെ മീനിങ് വരുന്നത്? This is not a hardest. This is not a hardest time. എന്താണ് വളരെ വിഷമമുള്ള. ഹാർഡസ്റ്റ് മീനിങ് എന്താണ്? ഹാർഡസ്റ്റ്. This is not a hardest time. എന്താണ്? അത് തേർഡ് മീനിങ് ആണ്. This is not a hardest time ആണ്. അപ്പോൾ എന്താണ്? ഇത് വളരെയേറെ പാടുള്ള എന്താ? ഹാർഡസ്റ്റ് എന്ന് വെച്ചാൽ വളരെയേറെ കഠിൻ. एक सबसे कठिन समय नहीं. It is not a high risky അല്ലെങ്കിൽ ഹൈ ഹാർഡസ്റ്റ് ടൈം നോട്ട് എന്നത് അങ്ങനെ ടൈം അല്ല എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ പോയറ്റ് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാൻ പോയ ഒന്ന് വായിക്കാം. നഹി एक सबसे कठिन समय नहीं. अभी भी दावा है चिड़िया की चोंच में तिनका. और वह उड़ने की तैयारी में है. अभी भी चलती हुई पथी. थामने को बैठा है हाथ ये. अभी भी भीड़ में स्टेशन पर. अभी भी एक रेलगाड़ी जाती है गंतव्य है तक. जहाँ कोई कर रहा होगा प्रतीक्षा. अभी भी कहता है कोई किसी को जल्दी आ जाओगी अब. सूरज डूबने का वक्त हो गया. अभी कहा जाता है उस कथा की आखिरी हिस्सा जो बूटी नानी सुना रही सदियों से. दुनिया के तमाम बच्चों को अभी आती है एक बस. अंतरिक्ष के पार की स्वर्ग की दुनिया से लाएंगी बचे हुए लोगों की खबर. നഹി एक सबसे कठिन समय नहीं. എന്താണ് പറയുന്നത് ഈ ചാപ്റ്ററിൽ? In this poem have the writer, the poetess will be tell what. എന്താണ് പറയുന്നത്? If we have the time is not a hardest. എന്താണ് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ സമയം എന്ന് പറയുന്നത് വളരെയേറെ ഹാർഡസ്റ്റ് അല്ല. That is depending upon what we are doing. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ ജോബ് ഹാർഡസ്റ്റ് ആണോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത് നഹി एक सबसे कठिन समय नहीं. अभी भी दावा है चिड़िया की चोंच में तिनका. और वह उड़ने की तैयारी में है. अभी भी चलती हुई पथी. थामने को बैठा है हाथ एक. अभी भी भीड़ है स्टेशन पर. अभी भी एक रेलगाड़ी जाती है गंतव्य तक. जहाँ कोई कर रहा होगा प्रतीक्षा. എന്താണ് ഇവിടെ പറയുന്നത്? നഹി एक सबसे कठिन समय नहीं. എന്താണ്? ഏ സമയ കഠിനത കഠിൻ സമയ नहीं है. अभी भी दावा है चिड़िया की चोंच में तिनका. എന്താണ് പറയുന്നത്? चिड़िया की चोंच में तिनका.
എന്താണ് ചോഞ്ച്? ചോഞ്ച് എന്താണ്? ചുണ്ട്. ചിടിയ ബേർഡിന്റെ ചുണ്ട് എന്നാണ്. തിങ്ക എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ കൂടൊക്കെ ഉണ്ടാക്കാൻ, ഈ ബേർഡ്സ് അവരുടെ നെസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള വൈക്കോൽ എന്നൊക്കെയുള്ളൊരു മീനിങ് വരും. അവർ വह उड़ने की तैयारी में थे, अभी भी चलती हुई, उड़ने की तैयारी में थे, क्या है? एक समय सबसे कठिन था, एक समय क्या है? एक समय सबसे कठिन समय नहीं है, क्योंकि चिड़िया ने उनकी चोंच पर तिनका रखा और वे उड़ने की तैयारी है. उड़ने फ्लाइंग എന്താണ്? ആ ബേർഡ് പറക്കാൻ വേണ്ടി ഇപ്പോൾ എന്താണ്? തയ്യാറായിട്ട് നിൽക്കുകയാണ്. और वे क्या कहे? अभी भी चलती हुई पत्ती. പത്തി മീൻസ് ലീഫ്. ചർത്തി മീനിങ് എന്താണ്? ചർത്തി. ചർത്തിയുടെ മീനിങ് എന്താണ്? സ്പ്രിംഗ് എന്നൊക്കെ മീനിങ് വരും. എന്താണ് ചർത്തി? ചർത്തി മീനിങ് എന്താണ്? സ്പ്രിംഗ്. ചർത്തി മീനിങ് എന്താണ്? സ്പ്രിംഗ്. അപ്പോൾ ചർത്തി ഹുയി പത്തി. ചർത്തി ഹുയി പത്തി എന്ന് വെച്ചാൽ ചർത്തി വേർഡ് മീനിങ് ആണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ചർത്തി ഹുയി പത്തി എന്ന് വെച്ചാൽ ടു ഡ്രോപ്പ് ലീഫ്. എന്താണ്? താഴേക്ക് വീഴാൻ പോകുന്ന ലീഫിനെ. താംനേക്കോ ബൈഠാ ഹേ ഹാത്തിയേ. എന്താണ്? അത് താഴേക്ക് വീഴാതെ. താംന മീൻസ് എന്താണ്? താംന മീൻസ് എന്താണ്? ടു സ്റ്റോപ്പ്. എന്താണ്? ടു സ്റ്റോപ്പ് ഫോർ സം ടൈം. എന്താണ്? തൽക്കാലത്തേക്ക് അത് താഴേക്ക് വീഴാതെ അതിനെ പിടിച്ചു നിർത്താൻ ഹാത്തിയെ എന്താണ്? ഒരു ഹാൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ചർത്തി ഹുയി പത്തി കോ थमाने के लिए एक हाथ भी रहा है. क्या रहा है? एक हाथ भी रहा है. फिर अभी भी स्टेशन पर अभी भी एक रेलगाड़ी जाती है गंतव्य से. എന്താണ്? अभी भी സ്റ്റേഷൻ पर എന്താണ്? ഒരു റെയിൽവേ സ്റ്റേഷനിൽ अभी भी एक रेलगाड़ी जाती है. एक स्टेशन पर एक रेलगाड़ी भी जाती है गंतव्य से. ഗന്തവ്യ നമ്മൾ മിക്ക ചാപ്റ്റേഴ്സിലും ഡിസ്കസ് ചെയ്താണ്. ഗന്തവ്യയുടെ മീനിങ് എന്താണ്? എന്താണ് ഗന്തവ്യയുടെ മീനിങ്? എന്താണ്? ഗന്തവ്യയുടെ മീനിങ് എന്താണ് വരുന്നത്? Destination. Okay, what is the meaning? Destination. Okay. Okay, then अभी भी रेलगाड़ी जाती है. എന്താണ്? तब समय में रेलगाड़ी जाते थे. यहाँ समय में स्टेशन पर रेलगाड़ी भी गंतव्य में जा रहा है. എന്താണ്? यहाँ से रेलगाड़ी भी जा रहा है. जहाँ कोई कर रहा होगा प्रतीक्षा. എന്താണ്? यहाँ कोई को, यहाँ कोई जिनको प्रतीक्षा भी रहा है. क्या प्रतीक्षा? यहाँ रेलगाड़ी आने समय कोई भी यहाँ आ रहा है. इसके लिए वे क्या रहा है? प्रतीक्षा रहा है. എന്താണ്? ട്രെയിൻ വരും, അതുപോലെ തന്നെ അതിൽ വരുന്ന ആളുകളെയും പ്രതീക്ഷിച്ച് ആരിയ്ക്കുകയാണ്? മറ്റുള്ളവർ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ യഹാം കവിതാമേ ക്യാ വ്യാഖ്യാ ഭി രഹാ ഹെ. നമ്മൾ ഇതുവരെ പറഞ്ഞതിലെ വേർഡ് മീനിങ്സ് ആണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് നമ്മൾ പറയുന്നത്? क्या है ये सब कुछ लोग ने रेलगाड़ी पर जा रहा है और अन्य लोग कुछ लोग ने उनको प्रतीक्षा कर रहा है. क्या रहा है? उनको प्रतीक्षा कर रहा है. प्रतीक्षा का मीनिंग क्या है? ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുക. എന്താണ്? ട്രെയിനിൽ വരുന്നവരെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുക എന്നാണ് മീനിങ് വരുന്നത്. എന്താണ്?
ട്രെയിനിൽ വരുന്ന ആളുകളെ ഒക്കെ തന്നെ എന്താണ് പ്രതീക്ഷിച്ച് ഇരിക്കാനാണ് മീനിങ് വരുന്നത്. അപ്പോൾ എന്താണ് പ്രതീക്ഷ വേർഡ് മീനിങ് ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുക. അതിന്റെ സമാനാർത്ഥി വേർഡ് ഏതാണ്? इंतजार कर रहा है. क्या रहा है? इंतजार कर रहा है. इंतजार कर रहा है. प्रतीक्षയുടെ സമാനാർത്ഥി വാക്യാണ് इंतजार. तो क्या रहा है? कवियत्री ने उनकी आशीर्वादी दृष्टिकोण के बारे में कहा है. എന്താണ് കവിയത്രി ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ പറയാണ്. എന്താണ് പറയുന്നത്? यह सबसे कठिन समय नहीं है क्योंकि क्या है? क्योंकि चिड़िया ने उनकी घोंसले बनाने के लिए जुटी हुई है. फिर भी उसने जुटी हुई है. फिर भी उसने उड़ने की तैयारी रखती है. या कोई चरती क्या है? या कोई चरती हुई पत्ती को क्या है? कोई चरती हुई पत्ती को थमाने के लिए एक हाथ है. इसका मतलब क्या है? कोई अन्य लोगों को मदद के लिए सहाय करने के लिए एक हाथ रखी है. ऐसे भी एक ने रखी है. എന്താണ് ആരെങ്കിലും ഒക്കെ നമുക്ക് സഹായിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ കാണും. എന്താണ് നമ്മൾ വീഴാതെ. ഹാം ചർത്തി ഹുയി പത്തിക്കോ ധമാനയൊക്കെ എന്താണ് ഇല താഴേക്ക് വീഴാതെ സംരക്ഷിക്കാനായിട്ട് ഏക് ഹാത്ത് ഭി രഹി ഹേ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ കുछ लोगों ने हमको मदद करने के लिए भी रखा है. ആരെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ കാണും? ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കാണുമെന്നാണ് പറയുന്നത്. फिर भी क्या है? कवियत्री ने उनकी आशीर्वादी दृष्टिकोण से कहा है. उनकी क्या है? उनकी आशीर्वादी दृष्टिकोण से कहा है. ये कुछ लोग ने रेलगाड़ी पर जा रहा है. वैसे भी उनकी परिवारों ने उनको इंतजार कर रहा है कि प्रतीक्षा कर रहा है. क्या है? എന്താണ് ഇങ്ങനെ ട്രെയിനിലൊക്കെ ആളുകൾ ഇങ്ങനെ യാത്ര പോയി കഴിയുമ്പോൾ അവരുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ അവർ എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ ഉള്ള അവരെ അവിടെ ആ ഡെസ്റ്റിനേഷനിൽ അവരാരെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കില്ലേ? എന്താണ് നിങ്ങളുമൊക്കെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ട്രെയിനിൽ വരികയാണ്. അപ്പോൾ ഇന്ന ടൈമിൽ ഇന്ന ഡേറ്റിൽ ഇന്ന റെയിൽവേ സ്റ്റേഷനിൽ വരുമെന്ന് പറയുമ്പോൾ നിങ്ങളെന്താണ് അവിടെ പോയി അവരെ കാത്തു നിൽക്കില്ല. അപ്പോൾ ആ ട്രെയിൻ വരുന്നതും അവരിങ്ങനെ അതിൽ നിന്നിറങ്ങും. അപ്പോൾ അതൊക്കെ നിങ്ങൾ അവരെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അവിടെ. അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടോ? അപ്പം അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കില്ല. അപ്പോൾ അതെന്ന് പറയുന്ന തുമ്നെ रेलगाड़ी पर आए व्यक्ति को इंतजार कर रहा है. वैसे भी प्रतीक्षा कर रहा है. ये प्रतीक्षा के बारे में कवियत्री क्या कहा है हमको? वे उनकी आशीर्वादी दृष्टिकोण के बारे में कहा है. वैसे भी प्रतीक्षा कर रहा है. क्या प्रतीक्षा कर रहा है? यह सबसे कठिन समय नहीं है. यह सबसे कठिन समय क्या है? कठिन समय नहीं है. Is it clear? इधर क्लियर आयो? क्या कहा है? कहा है कि चिड़िया ने उनकी घोंसले बनाकर छुट्टी रहे हैं. फिर भी क्या रहा है? छुट्टी बने के बारे में वे जुट्टी बने के बारे में वे वैसे
फिर क्या रहा है, फिर उसने क्या क्या होगा, हाँ फिर क्या होगा बताइए, फिर क्या होगा। हाँ, चरती हुई पत्ती को थमाने के लिए एक हाथ भी रहा है। इसका मतलब क्या है, कुछ लोग ने कुछ को मदद करने के लिए तैयारी भी रहे हैं। फिर कुछ लोग रेलगाड़ी पर जा रहा, उनको गंतव्य में आने के समय उनको हमने प्रतीक्षा कर रखा है। कवयित्री के बारे में कहा है कि कुछ लोगों को हमने इंतजार कर रखा है, प्रतीक्षा कर भी रहा है। ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് जहाँ कोई कर रहा होगा प्रतीक्षा, अभी भी कहता है कोई किसी को जल्दी आ जाओगी, अब सूरज डूबने का वक्त हो गया। अभी कहा जाता है उस कथा का आखिरी हिस्सा जो बूटी नानी सुना रही सदियों से दुनिया के तमाम बच्चों को अभी आती है ये बस। എന്താണ് പറയുന്നത്? ജഹാ കോയി കർ രഹാ ഹോങ്ക പ്രതീക്ഷ, അതാണ് നമ്മൾ പറഞ്ഞത്. അഭി ഭി കഹ്താ ഹൈ കോയി കിസി കോ ജൽദി ആ ജാവോ കി അബ് സൂരജ് ഡൂബനെ കി, ഡൂബനെ എന്ന് വെച്ചാൽ സൺസെറ്റ് ടൈമിൽ കാ വക്ത് ഹോ ഗയാ അഭി കഹാ ജാതാ ഹൈ. എന്താണ്? സംവൺ വിൽ, എന്താണ്, ചിലരെങ്കിലും നിങ്ങളെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ടായിരിക്കും. എന്താണ്, ആരെങ്കിലുമൊക്കെ നിങ്ങൾ എന്താണ് ഈ സൺസെറ്റ് ആഖിരി എന്ന് വെച്ചാൽ എന്താണ് അവിടെ മീനിങ്? ആഖിരി അല്ല, സോറി. അഭി ഭി കഹ്താ ഹൈ കോയി കിസി കോ ജൽദി ആ ജാവോഗി ഡബ്. എന്താണ്? സൂരജ് ഡൂബനെ की, अभी भी सूरज डूबने का समय है, यह तुमने जल्दी भी क्या कहा है, तुमने जल्दी भी आ रहा है, क्या कहा, तुम जल्दी भी आ रहा है। अभी भी उस कथा का आखिरी हिस्सा, आखिरी मीन्स എന്താണ്? ആഖിരി मीन्स എന്താണ്? आखिरी का समानार्थ भी अंतिम, आखिरी का समानार्थ क्या है? अंतिम. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? കിസ്സ. നെക്സ്റ്റ് ഏതാണ്? കിസ്സ. അപ്പോൾ നമ്മളോട് രണ്ട് സമാനാർത്ഥി വേർഡ്സ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? പറയൂ, ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? പ്രതീക്ഷ, इंतजार, आखिरी, अंतिम, നെക്സ്റ്റ് കിസ്സ. കിസ്സ വേർഡിന്റെ സമാനാർത്ഥി പറയുകയാണ്, എന്താണ്? പാങ്. കിസ്സ വേർഡിന്റെ സമാനാർത്ഥി വാക്ക് എന്താണ്? പാങ്. फिर भी उसकी उस कथा की आखिरी किस्सा जो बूटी नानी सुना रही सदियों से. എന്താണ്? ബൂട്ടി നാനി, ഗ്രാൻഡ് മദർ എന്താണ് ഒരു സ്റ്റോറി പറയണോ, എന്താണ് ആ സ്റ്റോറിയുടെ ആഖിരി കിസ്സ, ആ സ്റ്റോറിയുടെ ലാസ്റ്റ് പാർട്ടിൽ ഉनकी എന്താണ് कवियत्री कहता है कि एक बूटी नानी ने कहानी के अंतिम भाग में आ रहा है, वे क्या रहा, वे उनकी इसकी अंतिम भाग में भी आ रहा है. दुनिया के तमाम बच्चों को अभी आती है एक बस. दुनिया के तमाम, दुनिया वर्ल्ड, दुनिया के तमाम എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? ദി എൻറ്റയർ വേൾഡ് बच्चों को अभी आती है. എന്താണ്? बच्चों के साथ ये दुनिया के, ये क्या है, ये तमाम की दुनिया के बारे में वे कहता है. क्या कहा? अंतरिक्ष के पार की दुनिया से लाएगी बचे हुए लोगों की खबर नहीं.
एक सबसे कठिन समय नहीं എന്താണ് അന്തരീക്ഷ के पार दुनिया से അന്തരീക്ഷ के पार दुनिया എന്താണ് സ്പേസിനെ എന്താണ് സ്പേസിനെ പറ്റിയിട്ടുള്ള സ്റ്റോറീസ് ആണ് ബൂട്ടി നാനി बच्चों के सिखा रहा है फिर भी ये लोगों को खबर नहीं यह सबसे कठिन समय नहीं है वे उनके बारे में अंतरिक्ष के बारे में എന്താണ് वे उनके बारे में क्या कहा है बूटी नानी उनके बारे में क्या कहा बूटी नानी उनके बारे में कहानियों की अंतिम भाग में आ गया है और बच्चों के साथ दुनिया की तमाम के बारे कहा है अंतरिक्ष में क्या रहा है अंतरिक्ष में पार की दुनिया से लाएगा खबर എന്താണ് खबर എന്ന് വെച്ചാൽ എന്താണ് खबर എന്ന് വെച്ചാൽ മീനിങ് സമാചാർ എന്നാണ് മീനിങ് വരുന്നത് खबर സമാചാർ അല്ലെങ്കിൽ പിന്നെ വേർഡ് മീനിങ് വരുന്നത് സമാചാർ ആണ് വരുന്നത് फिर ICP यह भाग में क्या बताते हैं वैसे ഈ ഭാഗത്തിൽ എന്താണ് പറയുന്നത് कवियत्री ने यहां से कवियत्री ने क्या कहा है कवियत्री भी कहा है कि मनुष्य अपने सहजता नहीं त्यागता तब का सबसे बुरा वक्त नहीं है എന്താണ് कवियत्री क्या था मनुष्य उनकी सहजता के बारे में मनुष्य क्या रहा है मनुष्य उनकी सहजता के वक्त भी रहा है और ये उनकी सहजता या मनुष्यता तत्व की त्याग ये सबके बारे में भी रहा है तो उनको एक समय क्या रहा है एक समय कठिन नहीं भी रहा है ഇത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു പോയമാണ് क्या है यह कविता में कवियत्री ने उनके बारे में ये कुछ बता है क्या है वे उनकी आशीर्वादी दृष्टिकोण के बारे में कहा है यह सबसे कठिन मुश्किल की समय नहीं है क्योंकि हमको भी चिड़िया घोंसले बनने के लिए जुटी हुई है वे इसको उड़ने का तैयारी है या चरती हुई पत्ती को थमाने के लिए एक हाथ है इसका मतलब है कि या कुछ लोगों ने हमको मदद करने के रहा है फिर भी यह स्टेशन पर आए रेलगाड़ी के कुछ लोगों पे आया है हमने इसको इंतजार कर रहा है हमने इसको क्या रहा है हमने इसको इंतजार कर रहा है फिर बूटी नानी ने बच्चों के साथ दुनिया की ऐसे अंतरिक्ष के साथ कहानियों का अंतिम भाग भी कहा है या सूरज डूबने की समय कुछ लोग ने यहाँ कुछ लोगों को इंतजार कर रहा है फिर भी ऐसे इंतजार कवियत्री के बारे में कहा है हमारे ऐसे समाज में इंतजार करना भी रही है प्रतीक्षा करना भी रही है फिर भी प्रतीक्षा के बारे में ये क्या कहा है ये यहाँ मनुष्य के बारे में सहजता त्यागता और मनुष्य के बारे में क्या क्या है मनुष्य अपने सहजता नहीं त्यागता तब तक सबके बुरा वक्त नहीं मान सकता है यहाँ भी इसके बारे में ये सबसे कठिन समय नहीं है ये सबसे क्या है ये सबसे कठिन समय नहीं है मनुष्य की जीवन के बारे में कवियत्री यहाँ कहा है उसने ऐसे भी कहा है और इसके बारे में
क्या क्या बता है, ये सब हमारे पास कहा है. Is it clear? Tell me, is it clear to you? Is it clear? Okay, then we will discuss this meanings. നമ്മൾ ഇതിലെ മീനിങ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മീനിങ്സ് എന്താണ്? നമ്മളിവിടെ പറഞ്ഞ താംനെ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വേർഡ് മീനിങ്ങിൽ വരുന്നത്. താംനെ നമ്മൾ പറഞ്ഞ എന്താണ്? താൽക്കാലികമായി നിർത്തുക. എന്താണ് വേർഡ് മീനിങ് വരുന്നത്? പോസ്. ആൻഡ് നെക്സ്റ്റ് ഛർദി. നെക്സ്റ്റ് എന്താണ്? ഛർദി. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഛർദി എന്താണ് മീനിങ് വരുന്നത്? സ്പ്രിംഗ്. ഛർദി മീനിങ് എന്താണ് വരുന്നത്? സ്പ്രിംഗ്. फिर क्या है? थामने നമ്മൾ പറഞ്ഞിട്ട് പാസ്. അതുപോലെ തന്നെ ചിടിയുടെ മീനിങ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ചിടിയ മീനിങ് എന്താണ്? ബേർഡ്. ചിടിയുടെ മീനിങ് എന്താണ്? ബേർഡ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ക്യാ ഹേ? അന്തിം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത വേർഡ്സിന്റെ മീനിങ്സ് ആണ് എഴുതുന്നത്. अंतिम सॉरी इसमें क्या रखा है? आखिरी. എന്താണ് പറയുന്നത്? ആഖിരി. ഹിസ്സ എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് പാർട്ട് ആണ് വരുന്നത്. എന്താണ്? ലാസ്റ്റ് പാർട്ട്. ആഖിരി ഹിസ്സ ലാസ്റ്റ് പാർട്ട് എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ബൂട്ടി, നാനി, ഗ്രാൻഡ് മദർ, അതൊക്കെ ബാക്കിയുള്ള മീനിങ്സ്. സതി എന്ന് വെച്ചാൽ എന്താണ് മീനിങ് വരുന്നത്? സതി എന്ന് വെച്ചാൽ എന്താണ് മീനിങ് വരുന്നത്? സെഞ്ചുറി. सदी का मीनिंग क्या है? सदी सेंचुरी. सदी का मीनिंग भी सेंचुरी के. फिर फील्ड का मीनिंग എന്താണ്? क्राउड. फिर हमारे बारे में क्या है? हमने या हमारे बारे में या अन्य वाक्य रखा है. നമുക്ക് വേർഡ് മീനിങ്ങിന് വേറെ വാക്കും കൂടെ ഉണ്ട്. എന്താണ്? അന്തരീക്ഷ്. क्या है? അന്തരീക്ഷം എന്നുള്ള വേർഡ് മീനിങ് എന്താണ്? സ്പേസ്. വേർഡ് മീനിങ് എന്താണ് വരുന്നത്? സ്പേസ്. Okay, then we will discuss this chapter. Questions. നമ്മൾ questions ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? यह कठिन समय नहीं है. यह बताने के लिए कविता में कौन कौन से तर्क प्रस्तुत किए गए हैं? स्पष्ट कीजिए. എന്താണ്? यह सबसे कठिन समय नहीं है. इस बताने के लिए कविता में कौन कौन का तर्क प्रस्तुत करें. എന്താണ് ഇത്? ദിസ് ഈസ് നോട്ട് എ ഹാർഡസ്റ്റ് ടൈം. ഇതെന്ന് പറയുന്ന ഒരു ഹാർഡസ്റ്റ് ടൈം അല്ല. അപ്പോൾ ഈ ഒരു ഹെഡിങ്ങിനെ മീൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കവിയത്രീനെ ഘോസ്ലെ. എന്താണ് പറയുന്നത്? കവിയത്രീനെ
घोंसले बनाने का प्रयास करती चिड़िया। कवियत्री ने कहा घोंसले बनाने की प्रयास करने चिड़िया के बारे में। അതുപോലെ തന്നെ ചർത്തി हुई क्या है, ചർത്തി में यहाँ भी गिरती, സോറി ഐ ഹാവ് എ മിസ്റ്റേക്ക്. ചർത്തിയുടെ മീനിങ് സ്പ്രിംഗ് എന്നാണ് വരുന്നതെങ്കിലും നമ്മളുടെ മീനിങ്സിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയത്. സ്പ്രിംഗ് ആസ് ഇറ്റ്സ് വേർഡ് മീനിങ്, ചർത്തി മീനിങ് ഗിർത്തെ ഹുയെ എന്നാണ്. സോറി, ചർത്തി മീനിങ് क्या है, ചർത്തി हुई പത്തി എന്ന് വെച്ചാൽ മീനിങ് എവിടെ, ചർത്തി സിംഗിൾ ആണ്. ചർത്തി हुई പത്തി എന്ന് വെച്ചാൽ നമ്മുടെ മീനിങ് വരുന്നത് ഏതാണ്, ഗിർത്തെ हुए എന്താണ്, ഗിർത്തെ हुए പത്തി, ഗിർത്തെ हुए പത്തി എന്നാൽ താഴേക്ക് വീഴുന്ന, ഗിർത്തെ, സോറി ഗിർത്തെ. അപ്പൊ എന്താണ് ചർത്തിയുടെ മീനിങ് ഇവിടെ വരുന്നത് എന്താണ്, ഗിർത്തെ. യഹാം क्या है, ആൻസർ എന്താണ്, യഹാം घोंसले बनाने के लिए प्रयास करने चिड़िया गिरते हुए पत्ती को थामने करने वाला हाथ। फिर क्या है, यात्रियों की प्रतीक्षा करने, यात्रियों की प्रतीक्षा करने आए रेलगाड़ी। फिर क्या है, एक भी है, नानी की कहानी सुनना बच्चों, नानी की कहानी सुनना बच्चों, सॉरी नानी की कहानी सुनना लालसा, नानी की कहानी सुनना लालसा. എന്താണ് നമ്മുടെ ഈ ആൻസർ എന്താണ് വരുന്നത്, ചിടിയാനെ എന്താണ്, ചിടിയാനെ घोंसले करने का प्रयास, फिर गिरती हुई पत्ती को थामने के लिए एक हाथ, फिर प्रतीक्षा, यात्रियों की प्रतीक्षा करने आए रेलगाड़ी, बूटी नानी की कहानी सुनने वाला लालसा. ये कविता की प्रस्तुत का, ये कविता का यहाँ पे प्रस्तुत करना, अभी तर्क प्रस्तुत करना रहा है. इज इट क्लियर? नेक्स्ट, चिड़िया चोंच में तिनका दबाकर उड़ाने की तैयारी में क्यों है, वह तिनकों का क्या करती होंगी. लिखिए, चिड़िया चोंच में तिनका दबाकर उड़ने की तैयारी में क्यों है. എന്താണ്, ചിടിയ ചോഞ്ച് മേ തിൻക, ചിടിയെ എന്താണ് ആ ഒരു തിൻക ചോഞ്ചിൽ വെച്ചുകൊണ്ട് ദബാക്കർ എന്താണ് വേ उड़ने की तैयारी भी रही है, क्यों, ये तिनकों का क्या करती होंगी, वे ये तिनकों को क्या करती भी होंगी. എന്താണ് തിൻകൊണ്ട് ചെയ്യുന്നത്, എന്താണ്, ചിടിയാനെ ये तिनकों को घोंसला बनाने के लिए, वे तिनकों को क्या रहा है, वे तिनकों को घोंसला बनाने के लिए क्या रहा है, चिड़िया ने उनकी घोंसला बनना के लिए, चिड़िया ने क्या रहा है, चिड़िया ने उनकी घोंसला बनाने के लिए प्रयास भी रहा है, फिर भी क्या रहा है, अदहा वे क्या रहा है, अदहा उनकी बच्चों के लिए रखने की जगह यानी घोंसला बनाने की चाहती हूँ. वे क्या रहा है, वे उनकी घोंसला बनाने के लिए चाहती हूँ. ओके, इज इट क्लियर? नेक्स्ट क्वेश्चन എന്ന് പറയുന്നത്, कविता में कई बार अफीफी का प्रयोग करके बातें लिखी गई है. अफीफी का प्रयोग करते हुए 3 वाक्य बनाइए और देखिए उनमें लगातार निरंतर बिना रुके चलने वाले किसी कार्य का भाव निकल रहा है या नहीं. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇത് തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. എന്താണ്, ഈ കവിതയിൽ അഫീഫി എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ അഫീഫി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച് നിങ്ങളൊരു 3 വാക്യം ചെയ്യാനാണ് പറയുന്നത്. ഉന്മേ ലഗാത്താർ
निरंतर बिना रुके चलने का कार्यभाव निकल रहा है या नहीं. എന്താണ് അഫീഫി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ വേർഡ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ലഗാതാർ നിരന്തർ ബിനാരുഖെ ചലനെ വാലെ എന്ന് പറയുന്ന ആ ഒരു ഭാവങ്ങളൊക്കെ ആ ഒരു ഭാവ് യഹാ ഭാവ് വഹാ വാക്യോമേ ഭി രഹാ ഹെ യാ നഹി. ദിസ് ഈസ് എ വർക്ക് ഫോർ യു. And fourth question, नहीं और अफीफी को एक साथ प्रयोग करके 3 वाक्य लिखिए और देखिए नहीम अफीफी के पीछे कौन कौन भाव छिपे हो सके है. എന്താണ് ഇവിടെ നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അഫീഫി ഉപയോഗിച്ചിട്ട് 3 വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ അത് वाक्य का बताइए 3 वाक्यों का बताइए और इसमें लगातार निरंतर बिना रुके चलने वाले की कार्यभाव निकल रहा है या नहीं. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നഹീം അവർ അഫീഫി നഹീം അവർ അഫീഫി ഉപയോഗിച്ചിട്ട് 3 वाक्यों का लिखिए 3 वाक्यों में लिखिए और यहाँ नहीम अफीफी के पीछे कौन कौन से भाव छिपे हुए हैं. എന്താണ് ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് എന്തൊക്കെ ഭാവങ്ങളാണ് അവിടെ ചേഞ്ച് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ദിസ് ഓൾസോ എ വർക്ക് ഫോർ യു. ഇത് നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. എന്താണ് 3 and 4 നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. നെക്സ്റ്റ് കവിത സെ ആകെ करके बड़े बूढ़ों द्वारा बच्चों के सुनाइए जानने वाले किसी ऐसे कथा की जानकारी प्राप्त कीजिए जिसके आखिरी हिस्से में कठिन परिस्थितियों से जीतने का संदेश दिए. എന്താണ് വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ എന്താണ് കഥകളൊക്കെ കേട്ടിട്ട് അതിൽ വരുന്ന മെസ്സേജസ് ഒക്കെ തന്നെ എടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ ചിൽഡ്രൻ, ടുഡേ വി വിൽ ഡിസ്കസ് അവർ ചാപ്റ്റർ 8 യഹ് സബ്സെ കഠിൻ സമയ നഹീം. ആ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നമുക്ക് മെയിനായിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ 3 and 4 ആസ് എ വർക്ക് ടു യു നമുക്കുള്ള വർക്കാണ്. അതുപോലെ തന്നെ വേർഡ് മീനിങ്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് വേർഡ് മീനിങ്സും അതുപോലെ തന്നെ അതിൻ്റെ ഹിന്ദി വേർഡ് മീനിങ്സും ഒക്കെ തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. And all are read this chapter and the questions and take the answers. Okay students, today I will wind up my class. Thank you.